ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു മസാല കടലേൻ്റെ റെസിപ്പി നോക്കാം. ഈ ബീച്ച് സൈഡെല്ലാം കിട്ടുന്ന ചന മസാല എന്ന് അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ്. വൈകുന്നേരം ചായക്കെല്ലാം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹെൽത്തി സ്നാക്കും കൂടിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 250 ഗ്രാം കടല തലേന്നേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിലൊരു 7 വിസിലിന് വേവിച്ചെടുത്ത് ആ ക്ലിപ്പൊന്ന് വിട്ടുപോയതാണ്. അതൊന്ന് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 7 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പിടി ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുക. ജീരകം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതും 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീരൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു പിടി മഞ്ഞൾ പൊടി, പിന്നെ ഞാൻ ഇടുന്നത് 1/4 സ്പൂണോളം ചാറ്റ് മസാലയാണ്. അതില്ലാത്തവർ ഗരം മസാല ഇട്ടാൽ മതി. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാൻ മുളക് പൊടി കാശ്മീരി ഇട്ടതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ടത്. എരിവ് നോക്കിയിട്ട് മുളക് പൊടി ഇട്ടാൽ മതി. എന്നിട്ട് ഞാൻ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമണമെല്ലാം ഒന്ന് മാറിയതിന് ശേഷം വേവിച്ച് വെച്ച കടല വെള്ളം ഊറ്റിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. മൊത്തത്തിലൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പെല്ലാം കറക്റ്റ് ആണെങ്കിൽ തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ചന മസാല റെഡി. ഇനി ഇത് ഒരു പാത്രത്തിലേക്കിട്ട് ഞാൻ ഇതിൻ്റെ മേലിലേക്ക് ഒരു 1/2 കഷ്ണം ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ്, ഇത് രണ്ടും ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇടയ്ക്ക് ആ ഉള്ളി കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു അരമുറി നാരങ്ങ ഇതിൻ്റെ മേലൊന്ന് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം മൊത്തം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചന മസാല റെഡിയായി. താങ്ക് യു.